കേന്ദ്ര ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്ത പ്രവാസികളും ആദായനികുതി പരിധി ഉയർത്തിയതുൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പ്രവാസികളും കൈയടിക്കുന്നു. വിദേശത്തേക്ക് നാട്ടിൽ നിന്നും അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കുന്നതിനുള്ള പരിധി വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെയും പ്രവാസ ലോകം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കേരളത്തെ പരിഗണിക്കാത്ത ബജറ്റാണ് ഇത്തവണത്തേത് എന്ന വിമർശനവും ഗൾഫിലെ മലയാളികൾക്കുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഗൾഫ് പ്രവാസികൾ. ഇടത്തരക്കാരായ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനെ സഹായിക്കുന്നതും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതുമാണ് കേന്ദ്ര ബജറ്റെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ആദായനികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിന് വഴിയൊരുക്കും. 2030 ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് പ്രവാസി വ്യവസായിയും ജിമാർക്ക് ഗ്രൂപ്പ് ചെയർമാനുമായ മണികണ്ഠൻ മേലോത്ത് പറഞ്ഞു. 2047 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വിദേശ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും മണികണ്ഠൻ മേലോത്ത് പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം നാട്ടിൽ നിന്നും വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കുന്നതിന്റെ പരിധി ഉയർത്തിയത് സ്വാഗതാർഹമാണെന്ന് ദുബായിലെ മാധ്യമപ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായ ഭാസ്കർ രാജ് ചൂണ്ടിക്കാട്ടി. നിലവിൽ 7 ലക്ഷം രൂപ വരെയായിരുന്നു ഇത്തരത്തിൽ നികുതിരഹിതമായി അയക്കാൻ സാധിക്കുക. എന്നാൽ ബജറ്റിൽ അത് 10 ലക്ഷമാക്കി ഉയർത്തി. വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശ പഠനത്തിന് പണമയക്കുമ്പോൾ ഉണ്ടായിരുന്ന 0.5% TCS ഒഴിവാക്കിയതും പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കേരളത്തിന്റെ ആവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്ന വിമർശനമാണ് കോൺഗ്രസ്, CPM അനുകൂല പ്രവാസി സംഘടനകൾ ഉന്നയിക്കുന്നത്. പ്രവാസികളോട് നിഷേധ സ്വഭാവമാണ് ബജറ്റിലുള്ളതെന്നും അവർ പരാതിപ്പെടുന്നു. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.